ചെരുപ്പൂരിയുടെ അമ്പലത്തില് ന്യൂറ്റിടുണ്ട്. ഈ കാണുന്നത് തൃശൂർ ജില്ലയിലെ പെരിങ്ങോട്ടുകര വിഷ്ണുമായ ക്ഷേത്രമാണ്. ഇതിന്റെ കൊത്തുപണികളും വിഗ്രഹങ്ങളും കാണുമ്പോൾ നമ്മൾ വിചാരിക്കും കേരളത്തിന് പുറത്തുള്ള ഏതെങ്കിലും അമ്പലമാണെന്ന്. പക്ഷെ ഇത് കേരളത്തിൽ തന്നെയുള്ള തൃശൂർ ജില്ലയിലെ വിഷ്ണുമായ ക്ഷേത്രമാണ്. അവിടുത്തെ അത്ഭുതകരമായ കാഴ്ചകളാണ്. ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. നിങ്ങൾ ചിലപ്പോൾ പലരും പോയിട്ടുണ്ടാവാം, നിങ്ങൾ കണ്ടിട്ടുണ്ടാകാം. അതുകൊണ്ട് നിങ്ങൾക്കിത് വലിയ കാര്യമായിട്ട് തോന്നിയെന്ന് വരില്ല. പക്ഷെ എനിക്കിത് ആദ്യമായിട്ട് കണ്ടപ്പോ ഒരു സ്വർഗതുല്യമായ സ്ഥലത്ത് പോകുന്ന പ്രതീതിയാണ് ഉണ്ടായത്. എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ലല്ലോ. പക്ഷെ എനിക്ക് തോന്നിയതാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഇവിടുത്തെ കൊത്തുപണികളും ഇവിടുത്തെ ഓരോരോ വിഗ്രഹങ്ങളും എന്ത് മനോഹരമായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. ഈ നടരാജന്റെ ഈ ശില്പം തന്നെ കണ്ടില്ലേ, എന്ത് ഭംഗിയായിട്ടാണ് അവര് ചെയ്തേക്കുന്നത് നോക്കിയേ. ഇതൊക്കെ കാണുമ്പോ നമ്മൾ വിചാരിക്കും തമിഴ്നാട്ടിലെ ഏതെങ്കിലും ഒരു അമ്പലമാണെന്ന്. പക്ഷെ അല്ല കേട്ടോ, ഇത് തൃശ്ശൂർ ജില്ലയിലുള്ള ഒരു മുത്തപ്പന്റെ അമ്പലമാണ്. ഇവിടെ ഒത്തിരി വിഗ്രഹങ്ങളും ഇതുണ്ട്. ഇതെല്ലാം ഗണപതിയുടെ വാദ്യോപകരണങ്ങൾ, പല പല വാദ്യോപകരണങ്ങൾ ഉപയോഗിക്കുന്ന ശില്പങ്ങളാണ് ഈ കാണുന്നത്. അതിമനോഹരമായിട്ട് ചെയ്തിരിക്കുന്നു. അതൊക്കെ ലൈറ്റോടുകൂടി കാണുമ്പോ പ്രത്യേക ഒരു വൈബെന്ന് തന്നെ പറയാം. അത്രയും മനോഹരം. ഓരോ വിഗ്രഹങ്ങളും ഓരോ വാദ്യോപകരണങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് മാത്രമല്ല, ഇതിൽ ഒത്തിരി ഉണ്ട്. പക്ഷെ നമ്മൾ വീഡിയോ അത്രയൊന്നും പിടിക്കാൻ പറ്റിയില്ല. ഇതൊക്കെ നോക്കിയേ, എന്ത് മനോഹരമാണ് നോക്കിയേ. ദേവസ്ഥാനം ഒരു സൈഡ് ഒരു വാദ്യോപകരണങ്ങൾ മാത്രം, പല പല വാദ്യോപകരണങ്ങൾ ഉപയോഗിക്കുന്ന ഗണപതിയെ കാണാം. മറുവശത്തും അതുപോലെ തന്നെ വ്യത്യസ്തമായ വാദ്യോപകരണങ്ങൾ ഉപയോഗിക്കുന്ന ഗണപതിയാണ്. രണ്ട് സൈഡായിട്ടാണ് അതിങ്ങനെ വെച്ചിരിക്കുന്നത്. കാണാൻ തന്നെ ഉണ്ട്, കണ്ടു കഴിയില്ല, അത്രത്തോളം ഉണ്ട് കാണാൻ. ആ നേരെ കാണുന്നതാണ് ഒട്ടകത്തിന്റെ വാഹനമായ പോത്ത്. ശിവപാർവതി വിഗ്രഹമാണ് ഈ കാണുന്നത്. വലിയ ഇതിൽ ചെയ്തിരിക്കുന്നത് ഇത് ഭംഗിയാണ് നോക്കിയ. ഒരു ശംഖിൽ ശിവപാർവതിമാരെ ഒത്തിരിച്ചിരിക്കുന്നത് കാണാൻ. ശിവനും പാർവതിയും നടുക്ക് വിഷ്ണുവും, അങ്ങനെയാണത് ചെയ്തിരിക്കുന്നത്.